ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ. കേസിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പ്രശാന്ത് കൃഷ്ണയും അമൽ തേനമ്പറമ്പിലും വിവരങ്ങളുമായിട്ടുണ്ട്. ആദ്യം പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമം വരെ നടത്തുന്ന തരത്തിൽ അഭിഭാഷകരുടെ സമീപത്തൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ SIT സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് സമയം മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ പുതുതായി ലഭ്യമാകുന്നുണ്ട്? അറസ്റ്റ് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രമാണ്? അക്ഷയ, ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഏറ്റവും നിർണായകമായ നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ്. രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ വിവരം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. രഹസ്യ കേന്ദ്രത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അത് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലാകാം, മറ്റൊന്ന് പത്തനംതിട്ടയിലെ രഹസ്യ കേന്ദ്രത്തിലാകാം. കാരണം പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിൽ പ്രത്യേക ഓഫീസ് തന്നെ തുറന്നിട്ടുണ്ട്. അത് എവിടെയാണെന്നുള്ള കാര്യം പോലും വെളിപ്പെടുത്തിയിട്ടില്ല. അത്ര രഹസ്യ സ്വഭാവത്തോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ്. കേരളത്തിന് പുറത്ത് കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമെല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഒരു തട്ടിപ്പാണിത്, ഒരു കള്ളക്കടത്താണിത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിർണായകമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഹൈദരാബാദിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു ടീമുണ്ട്. വിവരശേഖരണം നടക്കുന്നു. ഒരേ സമയം തന്നെ ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ ഫയലുകളും വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു ടീം നടത്തുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഇതിനോടകം ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിലൂടെ അതിനെല്ലാം തന്നെ തെളിവ് കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് വളരെ സജീവമായി ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ സംഭവങ്ങൾ പുറത്തു വരുമ്പോഴും വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും എല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നിരുന്നാൽ പോലും പോറ്റിയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കും എന്നുള്ള ചില വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ മാധ്യമങ്ങളുടെ എല്ലാം സാന്നിധ്യമെല്ലാം തന്നെ മനസ്സിലാക്കിയാകണം ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കാതിരുന്നത്. ഇന്നിപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ശബരിമലയിൽ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി എവിടെ കൊണ്ടുപോയി, ആർക്ക് കൊടുത്തു, ഈ സ്വർണം എന്ത് ചെയ്തു, ഈ സ്വർണം ഇപ്പോൾ എവിടെയാണ്, ഈ യഥാർത്ഥ 1998 വിജയ് മല്യ സ്വർണ്ണ പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിന്റെ പാളി എവിടെയാണുള്ളത്, ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരെല്ലാം ഇതിനെ സഹായിച്ചു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ആൾ സ്പോൺസർ എന്നുള്ള പേരിലാണ് നമ്മൾ ആദ്യം അയാൾ അറിയുന്നെങ്കിൽ, പക്ഷെ ഇയാൾ ഒരു ഇടനിലക്കാരനായിട്ടാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ഇതിൽ ആരൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്, എന്തൊക്കെ ഈ തരത്തിൽ സന്നിധാനത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ആരൊക്കെ ഇതിനൊപ്പം ചേരും, ദേവസ്വം ബോർഡ് വരെ പ്രതിപട്ടികയിൽ വരുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായും ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് ഈ സ്വർണം ചെമ്പാക്കി മാറ്റുന്നതിന് സഹായിച്ചത്, അത് സ്വർണം ചെമ്പായി മാറ്റി കടത്തുന്നതിനുള്ള സഹായം ഒരുക്കിയത് അന്നത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന് ഇതിനുള്ള പങ്ക് എന്തൊക്കെയാണ്, അതിനെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉത്തരം പറയേണ്ടി വരും. അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഉത്തരം കണ്ടെത്തേണ്ടി വരും. അതിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടയക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കൃത്യമായ തെളിവുകൾ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ശേഖരിച്ച ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അവർ തയ്യാറാക്കിയിരിക്കുന്ന